ഒരു കാലത്ത് തൃശ്ശൂരിൻ്റെ നിറസാന്നിധ്യമായിരുന്ന രണ്ട് സർക്കാർ തിയേറ്ററുകൾ അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമാകുന്നു. കൈരളി ശ്രീ തിയേറ്ററുകളാണ് 23 മാസമായി അടഞ്ഞുകിടക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ അനന്തമായി നീളുന്നതാണ് തിയേറ്റർ തുറക്കാൻ വൈകുന്നത്. നവീകരണ പ്രവർത്തനങ്ങൾക്കായി 2 വർഷം മുൻപാണ് കൈരളി ശ്രീ തിയേറ്ററുകൾ അടയ്ക്കുന്നത്. വെള്ളിത്തിരയുടെ നവ്യാനുഭവവുമായി തിരികെ എത്തുമെന്ന് കാത്തിരുന്നവർക്ക് പക്ഷേ ഇന്നും നിരാശ മാത്രം. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തിയേറ്റർ തുറന്നു പ്രവർത്തിക്കാൻ കഴിയുമെന്നായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഒന്നും നടപ്പായില്ല. ഈ ഒക്ടോബറിലെങ്കിലും തിയേറ്റർ തുറന്നു പ്രവർത്തിക്കുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. ഇപ്പോൾ പണി ഉഷാറായിട്ട് നടക്കുന്നുണ്ട്, മാത്രമേ പറയുള്ളൂ. കൈരളി ശ്രീനിച്ച പേരുകളാണ് ആൾക്കാർക്ക് കയറണം നല്ലോണം. പലരും ഇപ്പോഴും അന്വേഷിച്ച് വരുന്നുണ്ട്, തുറന്നോ ചോദിച്ചിട്ട്. 9 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് കൈരളി ശ്രീ തിയേറ്ററുകളിൽ നടക്കുന്നത്. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 4K ലേസർ പ്രൊജക്ടർ, ബെൽജിയം നിർമ്മിത സോഫ ടൈപ്പ് ഇരിപ്പിടങ്ങൾ, കൂടുതൽ പേർക്കിരിക്കാവുന്ന ലോബിയോടുകൂടിയ വിശ്രമമുറി, ഫീഡിംഗ് റൂം തുടങ്ങിയ സൗകര്യങ്ങളാണ് ഉണ്ടാവുക. സാങ്കേതിക മികവുകളും ഏറെ. പണി ഇപ്പോൾ ഭയങ്കര കുറച്ച് സ്പീഡായിട്ടുണ്ട്. സ്ലോവിലായിരുന്നു, ഇപ്പോൾ കുറച്ച് സ്പീഡായിട്ടുണ്ട്. പണി പെട്ടെന്ന് തുറക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പൂർത്തിയാക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോൾ സ്പീഡായിട്ടുണ്ട് പണി. എറണാകുളം സ്ലോ ആയിരുന്നു, ഇപ്പോൾ സ്പീഡായിട്ടുണ്ട്. സാങ്കേതികവും പുതുമയും ഇടകലർന്ന ഇന്റീരിയർ സംവിധാനങ്ങളാണ് ഒരുക്കുക. ടിക്കറ്റ് നിരക്കിൽ വലിയ വർധനയുണ്ടാകില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. അവസാന നാളുകളിൽ 105 മുതൽ 120 രൂപ വരെയായിരുന്നു ടിക്കറ്റ് നിരക്ക്. ഇതിൽ നിന്ന് വലിയ മാറ്റമുണ്ടാകില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. KSFDC തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ നവീകരിച്ച തിയേറ്റർ സമുച്ചയം അടുത്തിടെ തുറന്നിരുന്നു. അതിന് സമാനമായ സൗകര്യങ്ങളാണ് തൃശ്ശൂരിലും ഒരുക്കുക. നവീകരണത്തിന് വേണ്ടി തയ്യാറാക്കിയ ഡ്രോയിങ്ങിലെ പോരായ്മകൾ കാരണമാണ് തൃശ്ശൂരിലെ തിയേറ്റർ സമുച്ചയം വീണ്ടും തുറക്കാൻ വൈകിയത്. സ്വകാര്യ കമ്പനി തയ്യാറാക്കിയ പ്ലാൻ KSFDCക്ക് സ്വീകാര്യമായില്ല. പിന്നീട് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ എഞ്ചിനീയർമാർ തന്നെ നവീകരണ ചുമതല ഏറ്റെടുത്തു. തദ്ദേശ വകുപ്പിന്റെ അംഗീകാരം നേടിയെടുക്കലിനും കാലതാമസമുണ്ടായി. അധികം വൈകാതെ തിയേറ്റർ തുറന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യമാണ് സിനിമാ പ്രേമികൾക്കുള്ളത്. നഗരഹൃദയത്തിൽ തലയെടുപ്പോടുകൂടി നിൽക്കേണ്ട തിയേറ്ററിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത്. സിനിമ കാണാനെത്തുന്നവർക്ക് മാത്രമല്ല, ഈ തിയേറ്ററിനെ ഉപജീവന മാർഗമാക്കിയ നിരവധി കുടുംബങ്ങളെ കൂടിയാണ് ഈ നിർമ്മാണ പ്രവർത്തികൾ വൈകുന്നത് ബാധിക്കുക. അടിയന്തര ഇടപെടൽ ഇവിടെയും അനിവാര്യമാണ്. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ.